നമ്മുടെ ശീലങ്ങൾ നമ്മെ അടിമയാക്കരുത്. അവയ്ക്ക് നമ്മളായിരിക്കണം യജമാനൻ. ശാരീരികമായോ മാനസികമായോ നമ്മെ ബലഹീനപ്പെടുത്തുന്ന ഏതൊന്നിനെയും വിഷമെന്ന് തള്ളിക്കളയാൻ കഴിയണം. ചിന്തകളാണ് ജീവിതത്തിൻ്റെ അടിത്തറ. നല്ലത് ചിന്തിക്കുക, നല്ലത് നടക്കും. മനസ്സിലെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കാൻ മറ്റെന്തിനേക്കാളും കഴിവുണ്ട് കണ്ണീരിന്. ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചില്ലെങ്കിലും അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കണം, അല്ലെങ്കിൽ തോറ്റുപോകും. തെറ്റിദ്ധാരണ ചിലപ്പോൾ നല്ലതാണ്. ഒപ്പം ആരുമില്ലെന്ന് തോന്നുമ്പോൾ ചുറ്റും എല്ലാവരും ഉണ്ടെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ചേക്കണം. ചില നേരങ്ങളിലെ ചില മനുഷ്യരുടെ വാക്കിന് തീയേക്കാൾ ചുട്ടുപൊള്ളിക്കാനുള്ള കഴിവുണ്ടാകും. കരഞ്ഞാൽ തോൽവി, ചിരിച്ചാൽ പരിഹാസം, മറുപടി പറഞ്ഞാൽ വഴക്ക്. അപ്പോൾ പിന്നെ ഏതാണ് ശരി? മൗനം തന്നെ. ഈ പ്രപഞ്ചം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ നൽകി നമ്മെ തളർത്തുകയല്ല, പ്രശ്നങ്ങളോട് പടപൊരുതി പൂർവാധികം ശക്തരാക്കുകയാണ്. 1000 പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ശക്തരാണ്. ചിലപ്പോഴൊക്കെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാകും മനസ്സ്. നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളെ ഉള്ളിലേക്ക് ആവാഹിച്ച് ശ്വാസമുട്ടൽ അനുഭവിക്കും. ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കും, വലിയ പാഠങ്ങൾ പഠിപ്പിക്കും. പലരും വീഴ്ചകളിൽ നിന്നാണ് വിജയത്തിലേക്ക് കയറിപ്പോകുന്നത്. ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. 1, അയാൾ വാക്കുപാലിക്കുന്നവനായിരിക്കും. 2, അവളെ ബഹുമാനിക്കുന്നവനായിരിക്കും.